ഈ സമരത്തിൽ പങ്കെടുത്തവരോടൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ പ്രധാനമന്ത്രി രാജിവെക്കണം, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. എന്തിനു രാജിവെക്കണം? അത് നീറ്റ് പരീക്ഷാ ക്രമക്കേട്. എന്താണ് നീറ്റിന്റെ ഫുൾ ഫോം? അതെനിക്കറിയില്ല. എപ്പോഴാണ് ക്രമക്കേട് നടന്നത്? അത് 2 ദിവസം മുൻപ്. ഇങ്ങനെയൊക്കെയാണ്. അതായത് യാതൊരു വ്യക്തതയും ഇല്ലാത്ത ഒരാൾക്കാരാണ് അവിടെ എത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നും ചെറുപ്പക്കാരും പോയിട്ടുണ്ട് കേട്ടോ. ആ ചെറുപ്പക്കാരുടെ പ്രതികരണമാണ് ഇതിലേറെ വിരോധാഭാസം. അതായത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത്. അതിലൊരു ചെറുപ്പക്കാരൻ പറയുകയാണ്, കേരളത്തിൽ 3 BJP MLA-മാരുണ്ടായിപ്പോയി. ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഇത്തരക്കാരാണ് അവിടെ സമരം ചെയ്യാനായി എത്തിയിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് നാടിന്റെ പോക്ക്, അറ്റ്ലീസ്റ്റ് എന്താണ് നടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാത്ത, പേരെടുത്ത് തന്നെ പറയാം, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള താരങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ സ്റ്റോറി കുറേ നേരമായി വായിച്ചു നോക്കുന്നു. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി കുഞ്ചാക്കോ ബോബൻ എന്താണ് വിഷയമെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ കുറേ കുഞ്ഞുകുട്ടികൾ ഒരു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് തങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകണമെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയില്ല. എന്തായാലും മറ്റൊരു കോമഡി ദൃശ്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. ഈ VD സതീശനൊക്കെ അവിടെ പൂക്കി സ്റ്റൈൽ എടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധിയെ കണ്ടുമുട്ടി, രാഹുൽ ഗാന്ധിയെ കണ്ടു. അങ്ങനെ ഇവരൊക്കെ അവിടെ സജീവമാണ്. ഡൽഹിയിൽ ഇവിടെ വയനാട് ഒരു ദുരന്തം ഉണ്ടായിട്ട് എത്തി നോക്കാത്ത നേതാക്കളാണ്. അവിടെ എന്തായാലും സജീവമാണ്. പക്ഷേ VD സതീശനൊക്കെ പെട്ടുപോയതാണ്. രാഗി ഇവിടെ ഒരു പിറന്നാൾ പാർട്ടിക്ക് പോയപ്പോഴാണ് ഇത്തരത്തിൽ ഈ ജന്തർ മന്ദറിൽ കൊണ്ടുപോയത്. അതിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഈ പാർട്ടിക്കാരുടെ തനിനിറം കൂടി നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുത്താലോ. CJP-യിൽ വലിയ തരത്തിലുള്ള ആഭ്യന്തര ഭിന്നത രൂപപ്പെടുകയാണ്. ഈ സമരക്കാരുടെ വ്യാജമുഖം അത് പ്രേക്ഷകർ ഒന്ന് കാണണം. സ്വന്തം നേതാക്കൾ തന്നെ തുറന്നു കാട്ടുകയാണ്. നീറ്റ് പരീക്ഷയല്ല ലക്ഷ്യമെന്ന വിജയേതാ ദാഹിയ, സാമ്പത്തിക ലാഭവും ഹൈന്ദവ വിരുദ്ധ പ്രചാരണവുമെന്നാണ് നേതാക്കളുടെ വെളിപ്പെടുത്തൽ. ആദ്യം ആ നിർണായക പ്രതികരണം. तो मतलब एक ऐसे टाइम पे जब मैं इतना एक्टिवली उस प्रोपेगेंडा को डिबंक कर रहा था, जो कि पिछले 30 दिन से कर ही रहा हूँ, और ऐसे में एक अचानक से कॉल आता है और आपको पता चलता है कि जो आपके टीममेट्स हैं उन्होंने आपको बलि का बकरा बना दिया. तो थोड़ा बुरा तो लगा, जो कि क्लियर भी है कि जो वे लोग थे वो कोई प्रोटेस्टर नहीं थे, वे मनुवादी थे, जिन्हें इस बात से दिक्कत थी कि मैंने ये क्यों कहा कि प्रेमानंद मेरे लिए महाराज नहीं है. और वो मैं फिर से कहता हूँ कि अगर आप आसाराम को राम और कृष्ण से कंपेयर करोगे तो नहीं है मेरे लिए महाराज. तो ये अकाउंटेबिलिटी नहीं है, ये मनुवादियों के आगे घुटने टेकने वाली बात है. इसलिए बुरा लगा, लेकिन उन्हें लगता है कि आंदोलन को इससे मतलब फायदा होगा, तो ये सही. നന്ദൻ തന്നെയുണ്ട് ഈ വാർത്തയുടെയും കൂടുതൽ വിശദാംശങ്ങളുമായി. നന്ദൻ, നമുക്കറിയാം ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാറ്റ പാർട്ടി, ഞങ്ങളൊക്കെ കൂറ പാർട്ടി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഈ പാർട്ടിയുടെ ഫോളോവേഴ്സ് ഈ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ, താലിബാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതും ഇത്തരത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ്. അപ്പോൾ ഈ CJP-ക്കിടയിൽ തന്നെ ഒരു ആഭ്യന്തര ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു. ഈ സമരക്കാർക്കൊക്കെ മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് എല്ലാ സമരക്കാരെന്നും ഞാൻ പറയുന്നില്ല, ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ എടുത്തു ചാടി അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ഭാരതത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഭാരതത്തെ കുട്ടിച്ചോറാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഈ പ്രതികരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഈ പ്രതികരണത്തിലെ വസ്തുത? ഈ വ്യാജമുഖങ്ങൾ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകർക്കായി ഇപ്പോൾ തുറന്നു കാട്ടാൻ സാധിക്കുന്നത്? അശ്വതി, വിജേത ദാഹിയ ഇയാൾ ഒരു സമയത്ത് അഭിജിത് ദീപക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഏതാണ്ട് അഭിജിത് ദീപക്കയോട് ഒപ്പം തന്നെ അല്ലെങ്കിൽ അയാളോളം പ്രാധാന്യം CJP-യിൽ ഈ വിജേതയ്ക്കുണ്ട്. എന്നാൽ ഇപ്പോൾ അയാൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണ്. അതായത് ഇവരുടെ ലക്ഷ്യം നീറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ക്ഷേമമോ വിദ്യാർത്ഥികളുടെ ക്ഷേമമോ അല്ല എന്നുള്ളതാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. ഈ വിജേത ദാഹിയ അയാൾ ഇതിനോടകം തന്നെ അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചത് ഇത് ഈ CJP-യുടെ കപട നാടകമാണ് എന്നുള്ളതാണ്. അതായത് അവരുടെ ലക്ഷ്യം വിദ്യാർത്ഥി ക്ഷേമമല്ല, മറിച്ച് പണമാണ്, ഹൈന്ദവ വിരുദ്ധതയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇവിടെ ഈ പ്രക്ഷോഭകരിൽ നിന്നും ഒക്കെ ഉയർന്ന ചില മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ ശ്രവിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇവരുടെ ലക്ഷ്യം
വിദ്യാർത്ഥികളുടെ ക്ഷേമമോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയോ കേന്ദ്ര സർക്കാരിന് മേലുള്ള പ്രതിഷേധമൊന്നുമല്ല, കൃത്യമായ ഹൈന്ദവ വിരുദ്ധതയാണ് എന്നുള്ളതാണ് കാര്യം. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളത് ജാമിയ മിലിയ സർവകലാശാലയിൽ നിന്നും അടക്കമാണ്. ഇത്തരം വിദ്യാർത്ഥികൾ പലതും അവർക്ക് ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കുവാനുള്ള ഒരു വേദി എന്ന നിലയിൽ അവർക്ക് ഈ സമരപന്തൽ അല്ലെങ്കിൽ സമരവേദി ഉപയോഗിക്കാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണിപ്പോൾ അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രക്ഷോഭകർ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വിജേത ദാഹിയ വ്യക്തമാക്കുന്നത്. അഭിജിത്ത് ദീപക്കെയും അതേപോലെ തന്നെ സമരത്തിൻ്റെ മറവിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഈ അഭിജിത്ത് ദീപക്കെ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വ്യക്തിപരമായ നേട്ടത്തിനും പണത്തിനും വേണ്ടിയാണ് വിദ്യാർത്ഥികളെ കരുവാക്കുന്നത് എന്നുള്ളതാണ് ഈ വിജേത ദാഹിയ വ്യക്തമാക്കുന്നത്. ഈ വിജേത ദാഹിയുടെ വെളിപ്പെടുത്തലുകൾ അത് സ്വാഭാവികമായും അതിൽ കൃത്യമായ പോയിൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഘട്ടത്തിൽ CJPയുമായി വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഈ അഭിജിത്ത് ദീപക്കയോടൊപ്പം തന്നെ CJPയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെയുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായും അയാളുടെ വെളിപ്പെടുത്തലുകൾ ഏതെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. അയാൾ പറയുന്ന വാക്കുകൾ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ അഭിജിത്ത് ദീപക്കയ്ക്കും അതേപോലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിക്കുമെതിരെ ഈ വിജേത ദാഹിയ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇയാൾ CJPയുടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിൽ അഭിജിത്ത് ദീപക്കയും വിജേത ദാഹിയും തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾ പാർട്ടി വിട്ടുപോവുകയായിരുന്നു. പിന്നീടാണ് ഇയാൾ ഇപ്പോൾ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലുകളാണ് ശ്രദ്ധേയം. അതായത് നീറ്റ് പരീക്ഷയോ വിദ്യാർത്ഥികളുടെ ക്ഷേമമോ അല്ല CJP ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് കറ തീർന്ന വർഗീയതയാണ്, പണമാണ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചർച്ച ചെയ്തതാണ്. ഖാലിസ്ഥാൻ ഭീകരവാദികൾ പോലും ഇതിലേക്ക് ഫണ്ട് ഒഴുക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ വരെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എത്ര കോടി വേണമെങ്കിലും തരാം, സർക്കാരുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും പോകരുത് എന്നുള്ളതാണ് ഖാലിസ്ഥാൻ ഭീകരവാദികളടക്കം വ്യക്തമാക്കിയത്. ഏതായാലും സ്വാഭാവികമായും നന്ദനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നന്ദൻ സുരക്ഷിതനായി തന്നെ ഡൽഹിയിൽ തുടരണം. കാരണം അവിടെ ന്യായത്തിനായി പ്രതിഷേധിക്കാൻ വന്ന ഒരു കൂട്ടമല്ല, അക്രമികളാണ്, എന്തും സംഭവിക്കാൻ. നന്ദൻ ദയവായി സുരക്ഷിതനായി തന്നെ തുടരുക, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക. കല്ലോ കമ്പോ ഒക്കെ ഏത് സമയത്തും ദേഹത്ത് പതിച്ചേക്കാം, ചിലപ്പോൾ കടന്നു പിടിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ പെൺകുട്ടി അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നന്ദൻ രക്ഷപ്പെട്ടേക്കാം. എങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ തരത്തിലുള്ളവരുമുണ്ട്. രാഗി, ഒരു രാജ്യത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക ശ്രുതി, അതായത് രാജ്യ തലസ്ഥാനത്ത് ഇത്ര പബ്ലിക്കായി അല്ലെ ഇത്രയും അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. അതായത് അതിനുള്ള ഒരു മണ്ണാക്കി ഭാരതത്തെ മാറ്റാനുള്ള നീക്കം, ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. അതിനെ പോലും കൂടെ പിടിക്കാൻ ഇവിടെ ആളുണ്ട്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വണ്ടിയും പിടിച്ച് പോവുകയാണ് എന്നുള്ളത്. അതെ, ഒരു പെൺകുട്ടിയുടെ ഷർട്ട് വലിച്ചീറുന്നു, അതും പരസ്യമായി. എന്തായാലും ഈ പ്രതിഷേധക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഇത് ഭാരതമാണ്, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇതിവിടെ മറ്റൊരു ബംഗ്ലാദേശും നേപ്പാളും ആക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, പാകിസ്ഥാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഓതി തന്നതെങ്കിൽ അതിവിടെ നടപ്പാവില്ല. കാരണം ഇവിടെ കടുത്തിട്ടൊരു ഭരണാധികാരിയുണ്ട്. ഇങ്ങനെ കല്ലും കമ്പുമായിട്ടൊക്കെ നിന്നാൽ ലാത്തിയല്ല, ചിലപ്പോൾ അതിനപ്പുറവും പ്രയോഗിക്കേണ്ടി വന്നേക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. രാഗി, ഏതൊരു പൗരനും, ഇപ്പം എനിക്കായാലും രാഗിക്കായാലും പൊതുസമൂഹത്തിൽ ഒരു അന്യായത്തിനെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കാം സമാധാനപരമായി. പക്ഷേ ഇത്തരത്തിൽ കല്ലും കമ്പും ഒക്കെ എടുത്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു തലസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുക എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാനാകില്ല, അല്ലേ? തീർച്ചയായും.